ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുധി പ്രഗ്നന്റ് ആയി. ഞെട്ടേണ്ട സഹോ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കുറച്ചു മുമ്പ് ഹനാൻ ഷാ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ എനിക്കും കിട്ടിയിരുന്നു റിയാക്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. എൻ്റെ തന്നെ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, വേണ്ട ഈ ടോപ്പിക്ക് ചെയ്യണ്ട, കാരണം ഒരു പെണ്ണെന്ന നിലയിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അലിഗേഷൻ ആയിരുന്നു ഇത്, അതുകൊണ്ട് ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ആ ഓഡിയോ വെച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അപ്പോഴും ആ ടോപ്പിക്ക് ചെയ്യുന്നില്ല എന്ന് കരുതി വിട്ടു. ഈ ടോപ്പിക്കും എനിക്ക് ഇന്നലെ കിട്ടിയതാണ്, ഞാൻ ഇന്നലെയും ചെയ്തില്ല, ഇന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരം ആയപ്പം കുറച്ച് ആൾക്കാരധികം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ചെയ്യണം എന്ന് കരുതിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹനാൻ എന്ന് പറയുന്ന കുട്ടി ഒരു ഓഡിയോ നമ്മുടെ ഷെഫീന ബീബി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തു. അതിൽ ഇത്രേ കൺവേ ചെയ്യുന്നുള്ളൂ, കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് രേണു സുധി ഏതോ ഒരു കുട്ടീനെ അബോർട്ട് ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടീനെ അബോർട്ട് ചെയ്തു കളഞ്ഞു. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ലൈഫിൽ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അലിഗേഷനാണിത്. അപ്പം ഇതിലും വലിയ അലിഗേഷനൊന്നും കേൾക്കാനില്ല എന്ന നല്ലൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ചെയ്യണോ ചെയ്യണ്ടേ, വേണോ വേണ്ട, പറയണോ പറയണ്ടേ, ഈ ഇങ്ങനൊരു 8 മൈൻഡിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്നത്. പിന്നെ ലേറ്റർ ഓൺ ഞാൻ കരുതി, യെസ് വൈ നോട്ട്, ലെറ്റ് സ്പീക്ക് അബൌട്ട് ദിസ് എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് രേണു സുധീൻ്റെ ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, പക്ഷേ നിമിഷ ബിജോയ് എന്ന് പറയുന്ന ആളോട് കുറച്ച് കാര്യങ്ങൾ. പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? പുതിയ ന്യൂസ് കണ്ടായിരുന്നോ? ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുധി പ്രഗ്നന്റ് ആയി, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അബോർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? പുതിയ ന്യൂസ് എവിടെയാണ്? ഫാൻസ് അസോസിയേഷൻസ് എല്ലാവരും വന്നടി. ശരിയാണോ ഇതൊക്കെ? ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ. ഞാൻ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം, ഹനാൻ എന്റെ ഫ്രണ്ടാ, കുറേ വർഷമായിട്ട് എന്റെ ഫ്രണ്ടാ. അപ്പോ പക്ഷെ ഹനാനല്ലാട്ടോ എന്നോട് പറഞ്ഞു, പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലേ? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തൊട്ടിട്ട് നമുക്ക് പറയാം, ഒരാളെ പറ്റി തെളിവില്ലാണ്ട് നമ്മളൊരു കാര്യം പറയുന്നത് ശരിയാണോ, സത്യമാണോ? ഞാൻ ഇവിടെ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് രേണുസുധിയായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺട്രവേഴ്സിയിൽ എൻ്റെ ഒരു അഭിപ്രായവും ഞാൻ പറയാത്തത് ഇത് ശരിയാണോ ശരിയല്ലയോ എന്ന കാര്യം എനിക്കറിയില്ല. പിന്നെ അപ്പം നിങ്ങൾ ചിലപ്പം കരുതുന്നൊരു കാര്യമായിരിക്കും, അപ്പം ഇത്രയും കാലം ഞാൻ റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്കൊക്കെ ശരിയാണോ എന്ന് കരുതിയിട്ടാണോ നീ ചെയ്തേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, അങ്ങനെയല്ല. നമ്മൾ ഓരോ വിഷയവും സംസാരിക്കുമ്പം ആ ടോപ്പിക്കിൻ്റെ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഷയമല്ല, അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാരോടും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഹനാൻ ഷാൻ്റെ അടുത്തും ഷെഫീന ബീബിയുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വലിയ അലിഗേഷൻസ് നിങ്ങൾ പറയുന്ന സമയം കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും 100% ഉറപ്പായതിനു ശേഷം മാത്രം പറയുക. കാരണം ഒരു ലേഡി അവരുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സിൻ്റെ പേരിൽ എടുത്തു കളയാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു അലിഗേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് നിമിഷയോട് പറയാനുള്ള കാര്യം, ഐ റെസ്പെക്ട് അവളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല? സീരിയസ്ലി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ കാരണം. ഞാൻ കണ്ടിട്ടുണ്ട് രേണു സുധീൻ്റെ സപ്പോർട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 വിരലിൽ ഒരു വിരൽ നിമിഷയായിരുന്നു. ഇപ്പല്ല, ഷാരിക, നിമിഷ, ഇങ്ങനെ കുറേ ടീമുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കിടക്കുന്നത്. ഷാരിക ഇപ്പോഴും രേണു സപ്പോർട്ടർ സംഭവ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞുകൊണ്ട് എന്താവും എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഈ നിമിഷ എമ്മാതിരി സപ്പോർട്ടായിരുന്നു നിങ്ങൾക്കറിയാം. അന്ന് സുധിയേട്ടൻ്റെ 2ാം ചരമവാർഷികത്തിന് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരവിടെ നിന്നിട്ടുള്ളൊരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ അലിൻ ജോസ് പെരേര തീരെ ബുദ്ധിയില്ലാണ്ട് അവിടെ വന്ന് കിടന്ന് ഡാൻസ് കളിക്കുമ്പം, കാരണം ബുദ്ധിയില്ല ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മരണ വീട്ടിൽ വന്നിരുന്ന് ഡാൻസ് കളിക്കുമ്പം രേണുവിൻ്റെ കൂടെ ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് നിന്ന ഒരാളാണ്.
അത് കഴിഞ്ഞതിന് ശേഷം രേണുവായി ബന്ധപ്പെട്ട് രേണുവിൻ്റെ കൈ പിടിച്ച് ഒരുമിച്ച് നടന്ന ആളാണ്. ആൻഡ് ലൈവിൽ തന്നെ ആദ്യകാലങ്ങളിൽ വന്ന് എന്താ രേണുവിന് പ്രശ്നം, രേണുവിന് ജീവിച്ചൂടെ, രേണുവിന് അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ ചോദിച്ച ആളാണ്. പിന്നെ ഇവരുടെ ഇടയിൽ എന്താ സംഭവിച്ചാൽ അറിയില്ല. പിന്നെ നേരെ രേണുവിനെ മറച്ചിട്ടുകൊണ്ടായിരുന്നു പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചത്. ഇതാണ് ഇവിടെ നടന്നത്, ഇതാണ് ഇങ്ങനെ പോയത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു സാധനം, നിങ്ങൾ അത്രത്തോളം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ അത്രത്തോളം സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്നേരം ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞില്ല? ഇനി പറഞ്ഞില്ലെങ്കിലും എന്തുകൊണ്ട് അന്നേരം നിങ്ങൾ ഈ ഒരു സാധനത്തെ അങ്ങ് റിയാക്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു മെയിൻ സാധനം. നിങ്ങൾ വലിയ സപ്പോർട്ടേഴ്സായി നിന്നിട്ട് പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നൊരു സപ്പോർട്ടറാണോ? അത് നമുക്ക് ശരിയല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഹനാനെ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഈ കേസിട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാ. ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല. നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ചോർന്ന് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ഇനിയിപ്പോ എന്തായാലും നാട് മൊത്തം അറിഞ്ഞ് റിയാക്ഷൻ മീഡിയക്കാർക്ക് കൊണ്ടാടാനുള്ള മുതലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയല്ല, അയ്യറ് നിറച്ച് കിട്ടിയല്ല. ഇവിടെ ആദ്യത്തെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ രേണുസുതി ഇതൊന്നും അറിയുന്നില്ല. രേണുസുതി ഇപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ ബിഗ് ബോസ് പോലും രേണുസുതിക്ക് മര്യാദയ്ക്ക് അറിയില്ല. അവിടെ എന്താ നടക്കുന്നത്, ആരാ പോകുന്നത്, എന്താ ഔട്ട്, എന്താ അവിടുത്തെ മെയിൻ തല്ല് എന്നൊന്നും അറിയേണ്ട ആൾ ഏതോ ലോകത്താണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാർ ഇതെടുത്തിട്ട് വലിയ രീതിയിൽ കൊണ്ടാടുമോ എന്നുള്ള കാര്യമില്ല. ഞാൻ പേഴ്സണലി ഇത് വലിയ രീതിയിൽ കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ലെങ്കിൽ എനിക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒരു 5-6 കണ്ടന്റുകൾ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, ഇറക്കായിരുന്നു. അതൊക്കെ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. അല്ല റിയാക്ഷൻ വീഡിയോക്കാർ ഇത് വെച്ച് അങ്ങ് ആക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ആ ലിസ്റ്റിൽ കൂട്ടണ്ട എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് പേഴ്സണലി ഉള്ളൂ. കിട്ടിയില്ല. ലോകത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് വിധവയായതാ, വേറെ ആരും വിധവയായിട്ടില്ല. ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ നീ ആരടി ചോദിക്കേ, നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി, നീയൊക്കെ ഉണ്ടാക്കടി, നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി വിളമ്പാൻ പോവുക. അടുത്തൊരു ഇന്റർവ്യൂവിന് വേണം അത് കൊടുക്കാനായിട്ട്. നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക്. രേണുസുധീൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാർ രേണുസുധീൻ്റെ ഫാൻസാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൈവിൽ വന്ന് പറഞ്ഞ സമയമായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് ഫാൻസ് താഴെ വന്ന് ചൊറിഞ്ഞിട്ടുണ്ടാവും. അതാണ് നിമിഷ പറഞ്ഞത്, ഇതല്ല ഇതിനപ്പുറം കഥകൾ എനിക്കറിയാം. ഞാനൊരു ഇൻ്റർവ്യൂ ടീമിനെ വിളിച്ച് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പലതും ഇനി എന്ത് ചെയ്യാൻ പോവാണ്, പുറത്ത് പറയാൻ പോവാണ്. ഞങ്ങൾ അതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സങ്കടവും ആത്മാർത്ഥമല്ലാത്തൊരു സങ്കടവും ഞങ്ങൾക്ക് കണ്ടാൽ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിന് സൈക്കോളജിസ്റ്റും കൗൺസിലറും ഒന്നും ആവണമെന്നില്ല, കുറച്ച് ബുദ്ധിയും ബോധവും മതി. ഇപ്പോൾ രേണുസുതി കാണിക്കുന്ന പല കാര്യങ്ങളും അവരുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഉണ്ടാകുന്ന പല വൈരുദ്ധ്യങ്ങളും കണ്ടാൽ നമുക്ക് 100% ഉറപ്പാണ് പുള്ളിക്കാരി ഈ ഒരു റിയാലിറ്റിയിലല്ല, വേറെ ഏതോ ലോകത്ത് വേറെ ഏതോ ഭൂഖണ്ഡത്തിൽ ജീവിച്ച് നിൽക്കുന്ന വ്യക്തിനെ പോലെയാണ്. പറയുന്ന കാര്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ മാറുന്നു, അവിടെ എത്തുമ്പോൾ മാറുന്നു, പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറെ, കാണിക്കുന്നതൊന്ന്, ജീവിതം ഫുള്ള് എന്തൊക്കെയോ കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലേഡി. എനിക്കത് ഈ ആളെപ്പറ്റി പേഴ്സണലി പറയാനുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ സുധിച്ചേട്ടനെ കുറേ സ്നേഹിച്ചു. സുധിച്ചേട്ടൻ ഇപ്പോഴും ബിഗ് ബോസിലാണ്. സുധിച്ചേട്ടനെല്ലാം കിച്ചുവെല്ലാം ഋതപ്പനെല്ലാം എന്ന് ഈ എല്ലാം പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പല കഥകളും കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടുകയാണ്. ഇത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച സുധിച്ചേട്ടനെ വെച്ചുകൊണ്ട് വേറൊരാളെ കുട്ടിക്ക് ജന്മം അല്ലെ കുട്ടീനെ അബോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഹൗ ഫേക്ക് യു ആർ. മേ ബി നിങ്ങൾക്ക് പറയാം ഇതെല്ലാവരും വെച്ച് കെട്ടുന്നൊരു കഥയാണെന്ന്. ആവാതിരിക്കാം. ആൻഡ് നമുക്ക് വേറൊരു വീഡിയോ കാണാനുണ്ട്. സുധിയുടെ ഫ്രണ്ട് രേണുസുധിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കാം. ഇത് ലതു ചേച്ചിയല്ലേ ആർട്ടിസ്റ്റ്? ചേച്ചി നമസ്കാരം. ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സുധിച്ചേട്ടന്റെ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റ്? ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അറിയോ, ഈ സുധിച്ചേട്ടന്റെ മരണശേഷമാണല്ലോ ഈ രേണു എന്ന് പറയുന്ന ആ സ്ത്രീ ഈ ഫീൽഡിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. എനിക്കൊരു സത്യാവസ്ഥ അറിയണമെന്നുണ്ട്. സുധിച്ചേട്ടൻ എന്തെങ്കിലും രേണുവിനെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരെ കുറിച്ച്, ഇപ്പോഴത്തെ രേണു എന്ന് പറയുന്ന ആ ഒരു അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണു ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് രേണു. കറക്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വീഡിയോ ഷൂട്ടിംഗ് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. കാരണം ഒട്ടും നാടകമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചേച്ചി പറഞ്ഞൊരു ഡയലോഗ്, ഭർത്താവ് മരിച്ചത് അനുഗ്രഹമായി കണ്ടൊരു ലേഡി. പക്ക പൊളിസാണ്. വേറെ ഈ വിഷയത്തിൽ പറയാൻ ഡയലോഗൊന്നുമില്ല. കാരണം സുധി മരിച്ചുകൊണ്ടാണ് ഫെയിമിലോട്ട് എത്തിയത്.
സുധീൻ്റെ പേര് പറഞ്ഞാണ് സിനിമകൾ കിട്ടുന്നത്. സുധീൻ്റെ പേര് പറഞ്ഞാണ് പല വീട് കാര്യങ്ങൾ സഹായം ഒക്കെ കിട്ടുന്നത്. ബിഗ് ബോസിൽ പോയത് തന്നെ സുധീൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ആൻഡ് ഇപ്പോൾ കറൻ്റ് ബിഗ് ബോസിൽ വോട്ട് അരക്കുന്നതും സുധീൻ്റെ പേര് പറഞ്ഞിട്ടാണ്. സ്വന്തം ഭർത്താവിൻ്റെ മരണത്തെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു ലേഡി എന്ന് തന്നെ ഞാൻ പേഴ്സണലി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ രേണു സുധീനെ പറ്റി പറയും. കാരണം വേറെ എത്ര ആൾക്കാർക്ക് പോയിട്ടുണ്ടോ? പ്രസന്നി മരിച്ച ഒരു കോമഡി താരത്തിൻ്റെ ഭാര്യേനെ ഒന്നും അന്ന് കണ്ടു എന്നല്ലാണ്ട് പിന്നെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഈ പല കോൺട്രവേഴ്സീസ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യും. നിങ്ങളുടെ രേണുസുധിയുടെ അന്തം ഫാൻസ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാം, നിങ്ങളിതൊന്ന് തിങ്ക് ചെയ്യും. നമുക്ക് പേഴ്സണലി ഒരാളുടെ അടുത്തും റിവെഞ്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരാളുടെ അടുത്ത് മാത്രമാണ് റിവെഞ്ച് എങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാത്രം കണ്ടുപിടിച്ച് അയാൾ ഇരുന്ന് ചൊറിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെന്ന് വെച്ചാൽ ജീവൻ തുല്യം സ്നേഹിക്കണാണ് നമ്മളെ മക്കളെ. പക്ഷെ ഒരിക്കൽ പോലും രാണുവിന്റെ സ്വന്തം ഇഷ്ടം, അതായത് സ്വന്തം സുഖം. കാരണം രാണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. അത് മാത്രമേ ഉള്ളൂ രാണുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ. നമ്മൾ ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്. അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് പക്ഷെ അത് കുറേ ടു ആൻ എക്സ്റ്റെൻഡ് എനിക്ക് ഭയങ്കര സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം രേണുസുധീൻ്റെ ഡയലോഗിൽ മാത്രമേ മക്കളോടൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈവൻ ഋതപ്പൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഇമ്പോർട്ടൻസ് ആണെങ്കിലും, കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തൊരു ഇമ്പോർട്ടൻസ് ആണെങ്കിലും, കിച്ചുവും രേണുവും തമ്മിലുള്ള വർത്താനാണെങ്കിലും, ഋതപ്പനോട് രേണു കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും അതൊക്കെ കണ്ടാൽ ഒന്നും ഇല്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുക. ആൻഡ് രേണു തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഋതപ്പന് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് രേണുവിൻ്റെ പപ്പേനോടാണ്. ഇപ്പോൾ എന്താ ജീവിതകഥ പറയാൻ പറഞ്ഞത്, എൻ്റെ പപ്പയാണല്ലോ, എൻ്റെ പപ്പയാണ് ചെയ്തത്, പപ്പ എന്ന് പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് ഫുൾ അഭിനയമാണെന്ന് അറിയാത്ത ഇവരെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് അന്ധ ഫാൻസിന് മാത്രമാണ്. ബാക്കി അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഇവരെന്താന്നുള്ളത്. അപ്പം എന്തായാലും ഈ കഥയുടെ ഒരു സത്യാവസ്ഥ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും പുറത്തു വരും. അത് സത്യമാണ് എന്ന് തെളിയുന്ന ആ ഒരു നിമിഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയും. ഇല്ലെങ്കിൽ എനിക്കൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനില്ല. സെക്കൻഡ്ലി എനിക്ക് പറയാനുള്ള, ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പുറത്തോട്ട് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. വലിയ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഫ്രണ്ടിൽ നിൽക്കുമ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നാറിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാറിത്തരം ചെയ്തു എന്ന് പറയാനും പറ്റണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.